എല്ലാവരും ഒരു വില്ലൻ സബ്ജക്റ്റ് ആയിട്ടാണ് മാത്സിനെയും ഒരു വില്ലനായിട്ടാണ് മാത്സ് പഠിപ്പിക്കുന്ന സാറന്മാരെയും കാണുന്നത്. ഇപ്പോൾ നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന അവരുടെ ഒരു കംപ്ലൈന്റ് ആണ്, അതായത് എനിക്ക് മാത്സ് ഭയങ്കര പേടിയാണ്, ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര പേടിയാണ്, എനിക്ക് സോഷ്യൽ സയൻസ് ഭയങ്കര പേടിയാന്ന് ഒരു കുട്ടി പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ എല്ലാവർക്കും മാത്സ് ഭയങ്കര പേടിയാണ്. എല്ലാവരും ഒരു വില്ലൻ സബ്ജക്റ്റ് ആയിട്ടാണ് മാത്സിനെയും ഒരു വില്ലനായിട്ടാണ് മാത്സ് പഠിപ്പിക്കുന്ന സാറന്മാരെയും കാണുന്നത്, PT പീരീഡിന് പകരം കയറി വരുന്ന സാറായിട്ട്. അപ്പം പക്ഷേ എനിക്കത് കൂടുതൽ ഈ കുട്ടികളോട് സംസാരിക്കാൻ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആ സബ്ജക്റ്റിനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. എല്ലാവരും പറയുന്നു മാത്സ് ഒരു മോശം സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് മാത്സ് പേടിയാണ്, അല്ലാണ്ട് ആരും ആ സബ്ജക്റ്റ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും ഇനീഷ്യലി മാത്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. കാരണം നമ്പേഴ്സിൽ എന്താ പറയുക, പെട്ടെന്ന് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കുറെ തെറ്റുകൾ വരും, അങ്ങനത്തെ ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഇത് പറഞ്ഞു ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ 2 3 ഡിജിറ്റ് നമ്പേഴ്സ് ചെയ്തു. 2 3 ഡിജിറ്റ് നമ്പേഴ്സ് ചെയ്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്യണ്ടാവില്ല, ഇത് ആഡും ചെയ്തിട്ട് ഫൈനൽ ആൻസർ കിട്ടുമല്ലോ. ഇത് ശരിയാണെന്ന് കാൽക്കുലേറ്ററിൽ നോക്കും. അപ്പം അത് തുടക്കത്തിലേക്ക് എന്താ പറഞ്ഞാൽ തുടക്കത്തിൽ എനിക്ക് കുറെ മിസ്റ്റേക്സ് വന്നിരുന്നു. അതായത് പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ തെറ്റും, ചിലപ്പോൾ അഡീഷൻ തെറ്റും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറെ മിസ്റ്റേക്ക് വരുന്നു. പക്ഷെ ഓവർ ടൈം വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഞാൻ എന്താ വെച്ചാൽ നമ്പേഴ്സിൽ എനിക്ക് ബെറ്റർ അതായത് പെട്ടെന്ന് നമ്പേഴ്സിനോട് ഒരു കണക്ഷൻ കിട്ടാൻ തുടങ്ങി. അതായത് ഇത് വരുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയുള്ള ഒരു സാധനം കിട്ടാൻ തുടങ്ങി. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നോട് പെട്ടെന്ന് ഒരാൾ 15x12 എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 15x12 ചെയ്യുന്നതിന് പകരം ഞാൻ എൻ്റെ മനസ്സിൽ ചെയ്യാറുള്ളത് 15x10 + 2. അപ്പോൾ 15x10 പറഞ്ഞാൽ 150, 15x2 പറഞ്ഞാൽ 30, അപ്പോൾ 150 പെട്ടെന്ന് കിട്ടും. അപ്പം എന്താ പറയാ, ഈ നമ്പേഴ്സിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്ത ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഇങ്ങനത്തെ കുറെ ടെക്നിക്സും കുറെ ട്രിക്സും അവർക്ക് ആ നമ്പേഴ്സിനോട് ഒരു ഇഷ്ടമായിരിക്കും. അപ്പം എന്താ പറയുക, മാത്സിനെ നിങ്ങളൊരു പേടിച്ചിട്ട് കണ്ടിട്ട് അതിനെ ഒഴിവാക്കുന്നതിന് പകരം നിങ്ങൾ ആ നമ്പേഴ്സും ആ സബ്ജക്റ്റിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത്രക്ക് നല്ലൊരു സബ്ജക്റ്റ് വേറെ ഇല്ല. കാരണം മാത്സ് തരുന്ന ഒരു യൂണിവേഴ്സൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറെ കോൺസെപ്റ്റോ കുറെ തിയറീസോ അങ്ങനെയൊന്നും പഠിക്കാനില്ല. നിങ്ങളൊരു ടെക്നിക്ക് പഠിക്കുന്നു, ആ ടെക്നിക്ക് പല ചോദ്യങ്ങൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അത്രക്ക് ഭംഗിയുള്ള ഒരു സബ്ജക്ട് ശരിക്കും പറഞ്ഞാൽ വേറെ അല്ല. അത് പല കുട്ടികളുടെയും വേ ഓഫ് ലേണിംഗ് തെറ്റായതുകൊണ്ടാണ് അവർക്ക് മാത്സിനോട് ഒരു താല്പര്യം തോന്നാത്തത്.